അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ലെറ്റ് എഫ് ബി എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ R2. ലെറ്റ് എഫ് ഓഫ് ആർ തീറ്റ ഇസ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് ആർ കോസ് തീറ്റ ആർ സൈൻ തീറ്റ. അപ്പോൾ ഇവിടെ സ്മോൾ എഫ് എന്ന് പറയുന്നത് ഫംഗ്ഷനാണ് ഡിഫൈൻഡ് ഓൺ R2. R2 ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് സ്മോൾ എഫ്. നമ്മൾ ക്യാപിറ്റൽ എഫ് ഓഫ് ആർ തീറ്റ ആയിട്ട് സ്മോൾ എഫ് ഓഫ് ആർ കോസ് തീറ്റ ആർ സൈൻ തീറ്റ എന്നുള്ള ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക. അപ്പോൾ ക്യാപിറ്റൽ എഫിനെ നമ്മൾ ഇൻ ടേംസ് ഓഫ് സ്മോൾ എഫ് ആയിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇവിടുത്തെ സ്മോൾ എഫ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ R2. അപ്പോൾ ക്യാപിറ്റൽ എഫ് ഓഫ് ആർ തീറ്റ ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് ആർ കോസ് തീറ്റ ആർ സിൻ തീറ്റ എന്ന് ഡിഫൈൻ ചെയ്തു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അസ്യൂം അപ്രോപ്രിയേറ്റ് ഡിഫറൻഷ്യബിലിറ്റി പ്രോപ്പർട്ടീസ് ഓഫ് എഫ് ആൻഡ് ഷോ ദാറ്റ് d1 f of r theta is equal to cos theta into d1 f of xy plus sin theta into d2 f of xy. Also d11 f of r theta equal to cos square theta into d11 f of xy plus 2 sin theta cos theta d12 f of xy plus sin square theta d22 f of xy, where x equal to r cos theta and y is equal to r sin theta. Also find second question. Find similar formula for d2f, d12f and d22f. Third question. Verify the formula norm del f of r cos theta r sin theta square is equal to d1 f of r theta square plus 1 by r square into d2 f of r theta square. അപ്പോൾ ഇത്രയും നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അസ്യൂം അപ്രോപ്രിയേറ്റ് ഡിഫറൻഷ്യബിലിറ്റി പ്രോപ്പർട്ടീസ് ഓഫ് എഫ് ആൻഡ് ഷോ ദാറ്റ് d1 f of r theta is equal to cos theta into d1 f of xy plus sin theta into d2 f of xy. ഇവിടെ നമ്മൾ d1 f of r theta കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്കറിയാം എഫ് ഓഫ് ആർ തീറ്റ എന്ന് പറയുന്നത് സ്മോൾ എഫ് ഓഫ് എക്സ് വൈ ആണ്. വേർ എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, വൈ ഈസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ. അപ്പം എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ എഫ് ഓഫ് ആർ തീറ്റ എന്ന് പറയുന്നത് സ്മോൾ എഫ് ഓഫ് എക്സ് വൈ എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത്. ദെൻ d1 f of r theta, d1 f of r theta എന്ന് പറയുമ്പോൾ എഫ് ഓഫ് ആർ തീറ്റയുടെ ഫസ്റ്റ് വേരിയബിൾ വെച്ചിട്ട് പാർഷ്യൽ ഡിഫറൻസിയേഷനാണ്. അപ്പോൾ എഫ് ഓഫ് ആർ തീറ്റയുടെ ഫസ്റ്റ് കോർഡിനേറ്റ് അല്ലെങ്കിൽ വേരിയബിൾ എന്ന് പറയുന്നത് ആറാണ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ആറ് നമ്മൾ എഫ് ഓഫ് ആർ തീറ്റയെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഇപ്പോൾ ഡോ എഫ് ബൈ ഡോ ആർ ആണ് d1 f of r theta. ഇനി ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്നത് സ്മോൾ എഫ് ഓഫ് എക്സ് വൈ ആണ്. ഇവിടെ എക്സ് എന്ന് പറയുന്നതും വൈ എന്ന് പറയുന്നതും ആറിലും തീറ്റായിലും ഉള്ള ഫംഗ്ഷൻസാണ്. സ്മോൾ എക്സും സ്മോൾ വൈയും ആറിലും തീറ്റായിലുമുള്ള ഫംഗ്ഷൻസാണ്. ക്യാപിറ്റൽ എഫ് ഓഫ് ആർ തീറ്റ ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ് വൈ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ആർ വരും. എക്സ് എന്ന് പറയുന്നത് ആറിൻ്റെയും തീറ്റായിലും ഉള്ള ഫംഗ്ഷനാണ്. അതുപോലെ വൈയും ആറിലും തീറ്റായിലും ഉള്ള ഫംഗ്ഷനാണ്. അപ്പോൾ ഡോ ക്യാപിറ്റൽ എഫ് ബൈ ഡോ ആർ എന്ന് പറയുമ്പോൾ ഡോ സ്മോൾ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ആർ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ആർ വരും ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ. ഇനി നമുക്ക് ഇവിടെ ഡോ എഫ് ബൈ ഡോ എക്സിനെ എങ്ങനെ എഴുതാം? d1 f of എക്സ് വൈ എന്ന് എഴുതാൻ പറ്റും. ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് വൈയുടെ ഫസ്റ്റ് വേരിയബിൾ വെച്ചിട്ടുള്ള പാർഷ്യൽ ഡിഫറൻസിയേഷനാണ്. അപ്പോൾ ഫസ്റ്റ് കമ്പോണൻറ്റ് എന്ന് പറയുന്നത് എക്സാണ്. അപ്പോൾ ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ d1 f of സ്മോൾ എക്സ് വൈ ആണ്. d1 സ്മോൾ എഫ് ഓഫ് എക്സ് വൈ ആണ്. അപ്പോൾ d1 f of എക്സ് വൈ കൊടുത്തു. ഇനി ഡി എക്സ് ബൈ ഡി ആർ, എക്സ് എന്ന് പറയുന്നത് എന്താ? ആർ കോസ് തീറ്റ. അപ്പോൾ ഡി എക്സ് ബൈ ഡി ആർ എന്ന് പറയുന്നത് എന്ത് വരും? കോസ് തീറ്റ വരും. അപ്പോൾ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഇവിടെ ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ d2 f of എക്സ് വൈ ആണ്. അപ്പോൾ പ്ലസ് d2 f of എക്സ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ആർ, അതായത് ആർ സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ആർ, അത് സൈൻ തീറ്റ വരും. അപ്പോൾ നമുക്ക് ഈക്വൽ ടു കോസ് തീറ്റ ഇൻറ്റു d1 f of എക്സ് വൈ പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു d2 f of എക്സ് വൈ എന്ന് കിട്ടി. അതായത് d1 f of ആർ തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ ഇൻറ്റു d1 f of എക്സ് വൈ പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു d2 f of എക്സ് വൈ എന്ന് കിട്ടി. അതായത് നമുക്ക് ഫസ്റ്റ് പ്രൂവ് ചെയ്യേണ്ടത് d1 f of ആർ തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ ഇൻറ്റു d1 f of എക്സ് വൈ പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു d2 f of എക്സ് വൈ. ഇനി d11 f of ആർ തീറ്റ ഇതാണെന്ന് ഇവിടെ പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ d11 f of ആർ തീറ്റ എടുത്തു. അപ്പോൾ d11 f of ആർ തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ d1 f of ആർ തീറ്റയുടെ ഡെറിവേറ്റീവ് ആണ് വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് വേരിയബിൾ, ദാറ്റ് ഈസ് ആർ. അപ്പോൾ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ ആർ സ്ക്വയർ വരും. ദാറ്റ് ഈസ് ഡോ ബൈ ഡോ ആർ ഓഫ് ഡോ എഫ് ബൈ ഡോ ആർ എന്ന് വരും. അപ്പോൾ ഡോ എഫ് ബൈ ഡോ ആർ നമുക്കിപ്പോൾ കിട്ടി ഈ വാല്യൂ. അപ്പോൾ ഡോ ബൈ ഡോ ആർ ഓഫ് ഈ വാല്യൂ കൊടുത്തു. കോസ് തീറ്റ ഇൻറ്റു d1 f of എക്സ് വൈ പ്ലസ് ഡോ ബൈ ഡോ ആർ ഓഫ് സൈൻ തീറ്റ ഇൻറ്റു d2 f of എക്സ് വൈ. ഇവിടെ ഈ ബ്രാക്കറ്റ് ആവശ്യമില്ല കേട്ടോ. ഈക്വൽ ടു ഇവിടെ നമുക്ക് കോസ് തീറ്റ ഔട്ട്സൈഡ് എടുക്കാം. അപ്പോൾ കോസ് തീറ്റ ഇൻറ്റു ഡോ ബൈ ഡോ ആർ ഓഫ് d1 f of എക്സ് വൈ. ഇവിടെ കോസ് തീറ്റയ്ക്കകത്ത് ആർ ഇല്ലാത്തത് കൊണ്ട് കോസ് തീറ്റ കോൺസ്റ്റൻ്റ് ആണ്, ഔട്ട്സൈഡ് എടുത്തു. അപ്പോൾ കോസ് തീറ്റ ഇൻറ്റു ഡോ ബൈ ഡോ ആർ ഓഫ് d1 f of എക്സ് വൈ എന്നു പ്ലസ് ഇവിടെ നമുക്ക് സൈൻ തീറ്റ ഔട്ട്സൈഡ് എടുക്കാം. അപ്പോൾ സൈൻ തീറ്റ ഇൻറ്റു ഡോ ബൈ ഡോ ആർ ഓഫ് d2 f of എക്സ് വൈ വന്നു. ഇവിടുത്തെ ബ്രാക്കറ്റ് ഇല്ല കേട്ടോ, കളഞ്ഞേക്കണേ. വിച്ച് ഇസ് ഈക്വൽ ടു കോസ് തീറ്റ ഇൻറ്റു ഇവിടെ നമുക്ക് ഡോ ബൈ ഡോ ആർ ഓഫ് d1 f of എക്സ് വൈ. ഇനി d1 f of എക്സ് വൈക്കകത്ത് എക്സും വൈയും ഉണ്ട്. ഇവിടുത്തെ എക്സും വൈയും എന്ന് പറയുന്നത്
ആറിലും തീറ്റയിലും ഉള്ള ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ ഡോ ബൈ ഡോ ആർ ഓഫ് d1 f of x y എടുക്കുമ്പോൾ നമ്മളിവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ആദ്യം ഡോ ബൈ ഡോ എക്സ് ഓഫ് d1 f of x yയുടെ രണ്ട് കമ്പോണൻറ്റ്സ് എന്ന് പറയുന്നത് എക്സും വൈയും. ഫസ്റ്റ് കമ്പോണൻറ്റ് എക്സ് ആണ്. അപ്പോൾ ഡോ ബൈ ഡോ ആർ ഓഫ് d1 f of x y എടുക്കുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഡോ ബൈ ഡോ എക്സ് ഓഫ് d1 f of x y ഇൻറ്റു ഡി എക്സ് ബൈ ഡി ആർ വരും ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ. കാരണം എക്സിനകത്ത് ആർക്കും ഉണ്ട്, ആറുണ്ട് തീറ്റ ഉണ്ട്, വൈക്കകത്തും ആറും ഉണ്ട് തീറ്റയും ഉണ്ട്. d1 f എന്ന് പറയുന്നത് അവിടുത്തെ വേരിയബിൾസ് എക്സും വൈയും ആണ്. അപ്പോൾ ഡോ ബൈ ഡോ ആർ ഓഫ് d1 f of x y എടുക്കുമ്പോൾ ഫസ്റ്റ് ഡോ ബൈ ഡോ എക്സ് ഓഫ് d1 f of x y ഇൻറ്റു ഡി എക്സ് ബൈ ഡി ആർ വരും. പ്ലസ് അതുപോലെ തന്നെ ഡോ ബൈ ഡോ വൈ ഓഫ് d1 f of x y ഇൻറ്റു ഡി വൈ ബൈ ഡി ആർ, കാരണം വൈക്കകത്തും ആറുണ്ട്. പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു ഡോ ബൈ ഡോ ആർ ഓഫ് d2 f of x എടുക്കുമ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് d2 f of x y ഇൻറ്റു ഡി എക്സ് ബൈ ഡി ആർ പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് d2 f of x y ഇൻറ്റു ഡി വൈ ബൈ ഡി ആർ നേട്ടി, വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ നമ്മൾ കോസ് തീറ്റ ഇൻറ്റു ഇനി ഡോ ബൈ ഡോ എക്സ് ഓഫ് d1 f of x y എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ d1 എഫിനെ വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് കമ്പോണൻറ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തതാണ്. അപ്പോൾ അതെന്ത് വരും, d11 f of x y വരും. d1 എഫിൻ്റെ ഫസ്റ്റ് കമ്പോണൻറ്റ് എക്സാണ്. അപ്പോൾ d11 f of x കോസ് തീറ്റ ഇൻറ്റു d11 f of x y ഇൻറ്റു ഡി എക്സ് ബൈ ഡി ആർ, എക്സ് ആർ കോസ് തീറ്റ ആണ്. അപ്പോൾ ഡി എക്സ് ബൈ ഡി ആർ എന്ന് പറയുന്നത് കോസ് തീറ്റ വരും. പ്ലസ് സൈൻ തീറ്റ, ഇവിടെ നമുക്ക് ഡി വൈ ബൈ ഡി ആർ എടുക്കുമ്പോൾ എന്താ വരിക, ആർ സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ആർ, അപ്പോൾ സൈൻ തീറ്റ ഇൻറ്റു ഇനി ഡോ ബൈ ഡോ വൈ ഓഫ് d1 f of x y എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ d1 എഫിനെ നമ്മൾ സെക്കൻഡ് കമ്പോണൻറ്റ് വെച്ച് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് ഈക്വൽ ടു d21 f of x y എന്ന് പറയുന്നത്. അപ്പോൾ സൈൻ തീറ്റ ഇൻറ്റു d21 f of x y വരും ഈ ഒരു ടേം. പ്ലസ് അഗെയിൻ ഈ സൈൻ തീറ്റ ഇൻറ്റു ഇവിടെ കിടക്കുന്നത് ഡോ ബൈ ഡോ എക്സ് ഓഫ് d2 f of x y. അപ്പോൾ d2 എഫിനെ വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് കമ്പോണൻറ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് d12 f of x y വരും ഇൻറ്റു ഡി എക്സ് ബൈ ഡി ആർ എന്ന് പറയുമ്പോൾ ആർ കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ആർ, ഇത് കോസ് തീറ്റ വന്നു. പ്ലസ് ഇനി ഡോ ബൈ ഡോ വൈ ഓഫ് d2 f of x y എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ d2 എഫിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡ് കമ്പോണൻറ്റ്, അപ്പോൾ അതെന്ത് വരും d22 f of x y ഇൻറ്റു ഡി വൈ ബൈ ഡി ആർ എന്ന് പറയുമ്പോൾ ആർ സൈൻ തീറ്റയുടെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ആർ, അത് സൈൻ തീറ്റ വരും. അപ്പോൾ ഇങ്ങനെ വന്നു കോസ് തീറ്റ ഇൻറ്റു d11 f of x y ഇൻറ്റു കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ d21 f of x y പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു d12 f of x y ഇൻറ്റു കോസ് തീറ്റ പ്ലസ് d2 f of x y ഇൻറ്റു സൈൻ തീറ്റ നേട്ടി, വിച്ച് ഇസ് ഈക്വൽ ടു നമ്മൾ കോസ് തീറ്റയും സൈൻ തീറ്റയും അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും, ഇവിടെ ഒരു കോസ് തീറ്റ ഉണ്ട്, അപ്പോൾ കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു d11 f of x y പ്ലസ് കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ d21 f of x y പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ d12 f of x y പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ d22 f of x y എന്ന് വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എന്ത് വരും, കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു d11 f of x y പ്ലസ് ഈ കോസ് തീറ്റ സൈൻ തീറ്റ d21 f of x y ഉണ്ട്, ഇവിടെ സൈൻ തീറ്റ കോസ് തീറ്റ d12 f of x y ഉണ്ട്. ഇവിടെ നമുക്ക് ഇതിനെ രണ്ടിനും കൂടെ അസ്യൂം അപ്രോപ്രിയേറ്റ് ഡിഫറൻഷ്യബിലിറ്റി കണ്ടീഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ d12 f of x y d21 f of x y ഈക്വൽ എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഫംഗ്ഷൻ നോക്കുവാണെങ്കിൽ ആ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഈ കോസ് d12 f of x yയും d21 f of x y കേസിൽ ഈക്വൽ ആണ്. അപ്പോൾ കോസ് തീറ്റ സൈൻ തീറ്റ d21 f of x y ഇവിടെയുണ്ട്, കോസ് തീറ്റ സൈൻ തീറ്റ d12 f of x y ഉണ്ട്. അതിനെ കമ്പൈൻ ചെയ്ത് നമുക്ക് 2 കോസ് തീറ്റ സൈൻ തീറ്റ d12 f of x y എന്ന് എഴുതാൻ പറ്റും. പ്ലസ് ലാസ്റ്റ് ടേം സൈൻ സ്ക്വയർ തീറ്റ d22 f of x y. ഇവിടെ നമ്മൾ ഇക്വാലിറ്റി ഓഫ് മിക്സ്ഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്തിട്ടാണ് ഇതിന് രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്ത് 2 കോസ് തീറ്റ സൈൻ തീറ്റ d12 f of x y എന്ന് കൊടുത്തത്. അപ്പോൾ അതായിരുന്നു നമുക്ക് ഈ പാർട്ടിൽ രണ്ടാമതായിട്ട് പ്രൂവ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ബി ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ബി, പാർട്ട് ബി ക്വസ്റ്റ്യൻ. ഫൈൻഡ് സിമിലർ ഫോർമുല ഫോർ d2f d12f ആൻഡ് d22f. ഇപ്പോൾ ഇവിടെ നമുക്ക് d1fും കണ്ടുപിടിച്ചു, d11fും കണ്ടുപിടിച്ചു. ഇനി നമ്മൾ d2fന് ഒരു ഫോർമുല കണ്ടുപിടിക്കണം, d12fന് കണ്ടുപിടിക്കണം, അതുപോലെ d22fനും ഈ രീതിയിൽ നമ്മൾ എക്സ്പ്രഷൻസ് കൊണ്ടുവരാൻ പോവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ d2f of r തീറ്റ നോക്കുക. d2f of r തീറ്റ എന്ന് പറയുമ്പോൾ എന്താ, എഫ് ഓഫ് ആർ തീറ്റന് ആർ തീറ്റയ്ക്ക് എഫ് ഓഫ് ആർ തീറ്റ എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് വേരിയബിൾസ് ഉണ്ട്, ആറുണ്ട് തീറ്റ ഉണ്ട്. ഇവിടുത്തെ സെക്കൻഡ് കമ്പോണൻറ്റ് എന്ന് പറയുന്നത് തീറ്റ ആണ്. അപ്പോൾ d2 f of r തീറ്റ എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ തീറ്റ ഓഫ് എഫ് ഓഫ് ആർ തീറ്റ, അതായത് ഡോ എഫ് ഓഫ് ആർ തീറ്റ ബൈ ഡോ തീറ്റ വരും റെസ്പെക്ട് ടു തീറ്റ പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്യുന്ന. അപ്പോൾ നമ്മളൊക്കെ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി തീറ്റ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി തീറ്റ എന്ന് വരും. ഇനി ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് ഡോ എഫ് ബൈ ഡോ എക്സിനെ നമുക്കിങ്ങനെ എഴുതാം, d1 f of x y എന്ന് എഴുതാം. സ്മോൾ എഫ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് വൈ ആണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് കമ്പോണൻറ്റ് വെച്ചിട്ടുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ d1 f of x y എന്ന് കൊടുക്കാം. ഇനി ഡി എക്സ് ബൈ ഡി തീറ്റ എന്ന് പറയുമ്പോൾ എക്സ് ആർ കോസ് തീറ്റ, അപ്പോൾ ആർ കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു തീറ്റ ആർ കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് എന്ത് വരും, കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ. അപ്പോൾ ആർ കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ്
മൈനസ് ആർ സൈൻ തീറ്റ വരും. അപ്പോൾ മൈനസ് ആർ സൈൻ തീറ്റ ഇൻറ്റു d1 എഫ് ഓഫ് എക്സ് വൈ പ്ലസ് ഇനി ഇവിടെ ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറയുന്നത് എന്താണ്? എഫിനെ വിത്ത് റെസ്പെക്ട് സെക്കൻഡ് കമ്പോണൻറ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തത്. അപ്പോൾ d2 എഫ് ഓഫ് എക്സ് വൈ വരും ഇൻറ്റു dy ബൈ ഡി തീറ്റ എന്ന് പറയുമ്പോൾ ആർ സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് സി തീറ്റ ദാറ്റ് ഈസ് ആർ കോസ് തീറ്റ. അപ്പോൾ മൈനസ് ആർ സൈൻ തീറ്റ ഇൻറ്റു d1 എഫ് ഓഫ് എക്സ് വൈ പ്ലസ് ആർ കോസ് തീറ്റ ഇൻറ്റു d2 എഫ് ഓഫ് എക്സ് വൈ നീട്ടി. ഇവിടെ നിന്ന് നമ്മൾ ആർ ഔട്ട് സൈഡ് എടുക്കുകയാണെങ്കിൽ ആർ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ d1 എഫ് ഓഫ് എക്സ് വൈ പ്ലസ് കോസ് തീറ്റ d2 എഫ് ഓഫ് എക്സ് വൈ നീട്ടി. അപ്പോൾ അതാണ് d2 എഫിൻ്റെ എക്സ്പ്രഷൻ. ഇനി നമ്മൾ d1 എഫ് ഓഫ് ആർ തീറ്റ നോക്കുക. അപ്പോൾ d1 എഫ് ഓഫ് ആർ തീറ്റ എന്ന് പറയുമ്പോൾ എന്ത് വരും? d2 എഫിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് വേരിയബിൾ ആറ് വിത്ത് റെസ്പെക്ട് ടു ആറ് പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്യുന്നത്. അപ്പോൾ അതെന്ത് വരും? ഇവിടെ നമ്മൾ ഡോ എഫ് ഓഫ് ആർ തീറ്റ ബൈ ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഡോ ബൈ ഡോ ആർ ഓഫ് d2 എഫ് ഓഫ് ആർ തീറ്റ ആണ്. ഇവിടെ d2 എഫ് ഓഫ് ആർ തീറ്റ എന്ന് കൊടുത്തോണേ. ഡോ ബൈ ഡോ ആർ ഓഫ് d2 എഫ് ഓഫ് ആർ തീറ്റ. ഡോ ബൈ ഡോ ആർ ഓഫ് എഫ് ഓഫ് ആർ തീറ്റ അല്ല, ഡോ ബൈ ഡോ ആർ ഓഫ് d2 എഫ് ഓഫ് ആർ തീറ്റ ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ d2 എഫ് നമുക്കറിയാം ഇപ്പോൾ കിട്ടിയായിരുന്നു. മൈനസ് ആർ സൈൻ തീറ്റ d1 എഫ് ഓഫ് എക്സ് വൈ പ്ലസ് ആർ കോസ് തീറ്റ d2 എഫ് ഓഫ് എക്സ് വൈ. അപ്പോൾ നമ്മൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഡോ ബൈ ഡോ ആർ ഓഫ് ഇവിടെ d2 എഫ് ആക്കിക്കോണേ. അപ്പോൾ ഡോ ബൈ ഡോ ആർ ഓഫ് മൈനസ് ആർ സൈൻ തീറ്റ d1 എഫ് ഓഫ് എക്സ് വൈ പ്ലസ് ആർ കോസ് തീറ്റ d2 എഫ് ഓഫ് എക്സ് വൈ എന്ന് തോന്നുന്നു. വിച്ച് ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ ആർ. അപ്പോൾ നമുക്ക് തീറ്റ വരുന്നതെല്ലാം ഔട്ട് സൈഡ് എടുക്കും. അപ്പോൾ മൈനസ് സൈൻ തീറ്റ നമ്മൾ ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ മൈനസ് സൈൻ തീറ്റ ഇൻറ്റു ഡോ ബൈ ഡോ ആർ ഓഫ് ആർ ഇൻറ്റു d1 എഫ് ഓഫ് എക്സ് വൈ വരും. പ്ലസ് ഇവിടെ നിന്ന് നമുക്ക് കോസ് തീറ്റ ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ പ്ലസ് കോസ് തീറ്റ ഇൻറ്റു ഡോ ബൈ ഡോ ആർ ഓഫ് ആർ ഇൻറ്റു d2 എഫ് ഓഫ് എക്സ് വൈ വന്നു. വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റ ഇൻറ്റു ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് വേരിയബിൾ ദാറ്റ് ഇസ് ആർ ഇൻറ്റു ഡോ ബൈ ഡോ ആർ ഓഫ് d1 എഫ് ഓഫ് എക്സ് വൈ പ്ലസ് d1 എഫ് ഓഫ് എക്സ് വൈ ഇൻറ്റു ഡോ ബൈ ഡോ ആർ ഓഫ് ആർ ദാറ്റ് ഇസ് 1 പ്ലസ് കോസ് തീറ്റ ഇൻറ്റു ഇവൻ ഇവിടെയും പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യും. അപ്പോൾ ആർ ഇൻറ്റു ഡോ ബൈ ഡോ ആർ ഓഫ് d2 എഫ് ഓഫ് എക്സ് വൈ d2 ആണ് d2 എഫ് ഓഫ് എക്സ് വൈ പ്ലസ് d2 എഫ് ഓഫ് എക്സ് വൈ ഇൻറ്റു ഡോ ബൈ ഡോ ആർ ഓഫ് ആർ വരും ദാറ്റ് ഇസ് 1. ഇവിടെ d2 ആക്കണേ. അപ്പോൾ അത്രയും കിട്ടി. വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റ ഇൻറ്റു എന്ത് വരും? മൈനസ് സൈൻ തീറ്റ ഇൻറ്റു ആർ ഇൻറ്റു ഡോ ബൈ ഡോ ആർ ഓഫ് d1 എഫ് ഓഫ് എക്സ് വൈ ആണ്. അപ്പോൾ നമുക്ക് അതിനെ പ്രൊഡക്റ്റ് ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് d1 എഫ് ഓഫ് എക്സ് വൈ ഇൻറ്റു ഡി എക്സ് ബൈ ഡി ആർ പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് d1 എഫ് ഓഫ് എക്സ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ആർ എന്ന് കൊടുക്കാം. മൈനസ് സൈൻ തീറ്റ ഇൻറ്റു d1 എഫ് ഓഫ് എക്സ് വൈ ഈ ടേം മൈനസ് സൈൻ തീറ്റ ഇൻറ്റു d1 എഫ് ഓഫ് എക്സ് വൈ. ഇവിടെ നമ്മൾ ചെയ്തേക്കുന്നത് ഈ ഡോ ബൈ ഡോ ആർ ഓഫ് d1 എഫ് ഓഫ് എക്സ് വൈനെ എക്സ്പാൻഡ് ചെയ്തേക്കുന്നതാണ് ഇത്രയും. ദെൻ മൈനസ് സൈൻ തീറ്റ ഇൻറ്റു d1 എഫ് ഓഫ് എക്സ് വൈ വന്നു പ്ലസ് കോസ് തീറ്റ ഇൻറ്റു നമുക്കിവിടെ ഡോ ബൈ ഡോ ആർ ഓഫ് d2 എഫ് ഓഫ് എക്സ് വൈനെ എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ ആർ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് d2 എഫ് ഓഫ് എക്സ് വൈ ഇൻറ്റു ഡി എക്സ് ബൈ ഡി ആർ പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് d2 എഫ് ഓഫ് എക്സ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ആർ വന്നു. പിന്നെ എന്തുണ്ട്? പ്ലസ് കോസ് തീറ്റ ഇൻറ്റു d2 എഫ് ഓഫ് എക്സ് വൈയും കൂടെ വരും. അപ്പോൾ അതങ്ങനെ എഴുതി. അപ്പോൾ ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റ ഇൻറ്റു ഇവിടെ ആർ ഇൻറ്റു ഇവിടെ ഡോ ബൈ ഡോ എക്സ് ഓഫ് d11 എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ d11 എഫ് ഓഫ് എക്സ് വൈ ആണ്. അപ്പോൾ d11 എഫ് ഓഫ് എക്സ് വൈ ഇൻറ്റു ഡി എക്സ് ബൈ ഡി ആർ കോസ് തീറ്റ പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് d1 എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുമ്പോൾ d21 എഫ് ഓഫ് എക്സ് വൈ വരും ഇൻറ്റു ഡി വൈ ബൈ ഡി ആർ എന്ന് പറയുന്നത് സൈൻ തീറ്റ പ്ലസ് ഡി വൈ ബൈ ഡി ആർ എന്ന് പറയുന്നത് സൈൻ തീറ്റ വന്നു. ഇനി മൈനസ് സൈൻ തീറ്റ നമ്മൾ ഔട്ട് സൈഡ് എടുത്ത് വെക്കാം. അപ്പോൾ ഈ ടേമിൽ നിന്നും കൂടെ ഔട്ട് സൈഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ പ്ലസ് d1 എഫ് ഓഫ് എക്സ് വൈ എന്ന് വന്നു. പ്ലസ് ഇവിടെ നിന്ന് നമ്മൾ ഇത്രയും ടേംസിൽ നിന്ന് കോസ് തീറ്റ ഔട്ട് സൈഡ് എടുക്കുവാണ്. അപ്പോൾ പ്ലസ് കോസ് തീറ്റ ഇൻറ്റു ഇവിടെ എന്ത് വരും? ആർ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് d2 എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുമ്പോൾ ആർ ഇൻറ്റു d12 എഫ് ഓഫ് എക്സ് വൈ ഇൻറ്റു കോസ് തീറ്റ. അപ്പോൾ d12 എഫ് ഓഫ് എക്സ് വൈ വരും ഡി എക്സ് ബൈ ഡി ആർ കോസ് തീറ്റ പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് d2 എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുമ്പോൾ d22 എഫ് ഓഫ് എക്സ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ആർ സൈൻ തീറ്റ പ്ലസ് d2 എഫ് ഓഫ് എക്സ് വൈ എന്ന് വന്നു. വിച്ച് ഇസ് ഈക്വൽ ടു ഈ സൈൻ തീറ്റ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും? മൈനസ് ആർ സൈൻ തീറ്റ കോസ് തീറ്റ d11 എഫ് ഓഫ് എക്സ് വൈ മൈനസ് ആർ ഈ ആറ് കോമൺ ആണ് കേട്ടോ. മൈനസ് ആർ സൈൻ സ്ക്വയർ തീറ്റ d21 എഫ് ഓഫ് എക്സ് വൈ. ഈ മൈനസ് സൈൻ തീറ്റ നമ്മൾ അകത്തേക്ക് മൾട്ടിപ്ലൈ കൂടെ ഈ ആറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ മൈനസ് ആർ സൈൻ സ്ക്വയർ തീറ്റ d21 എഫ് ഓഫ് എക്സ് വൈ വന്നു മൈനസ് ഈ ടേമിൻ്റെ കൂടെ സൈൻ തീറ്റ ഇൻറ്റു d1 എഫ് ഓഫ് എക്സ് വൈ പ്ലസ് ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആർ കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു d12 എഫ് ഓഫ് എക്സ് വൈ പ്ലസ് ആർ സൈൻ തീറ്റ കോസ് തീറ്റ d22 എഫ് ഓഫ് എക്സ് വൈ പ്ലസ് കോസ് തീറ്റ ഇൻറ്റു d2 എഫ് ഓഫ് എക്സ് വൈ വന്നു. വിച്ച് ഇസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ കോസ് തീറ്റ. ഇവിടെ നമുക്ക് ആർ സൈൻ തീറ്റ കോസ് തീറ്റ
ഔട്ട് സൈഡ് എടുക്കാൻ പറ്റും. അപ്പോൾ ആർ സൈൻ തീറ്റ കോസ് തീറ്റ ഔട്ട് സൈഡ് എടുക്കുമ്പോൾ ആർ സൈൻ തീറ്റ കോസ് തീറ്റ ഇവിടെ നമുക്ക് ഓൾറെഡി മൈനസ് ആർ സൈൻ തീറ്റ കോസ് തീറ്റ d11 എഫ് ഓഫ് ഇവിടെ മൈനസ് ആർ സൈൻ സ്ക്വയർ തീറ്റ d21 എഫ് ഓഫ് എക്സ് വൈ ഉണ്ട്. അതുപോലെ ഇവിടെ പ്ലസ് ആർ കോസ് സ്ക്വയർ തീറ്റ അത് വേണ്ട, ഇത് നമ്മളകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ മൈനസ് ആർ സൈൻ തീറ്റ കോസ് തീറ്റ നമ്മൾ ഔട്ട് സൈഡ് എടുക്കും. അപ്പോൾ ആർ സൈൻ തീറ്റ കോസ് തീറ്റ ഔട്ട് സൈഡ് എടുക്കുമ്പോൾ എന്ത് വരും? ഇവിടെ മൈനസ് ആർ സൈൻ തീറ്റ കോസ് തീറ്റ d11 എഫ് ഓഫ് എക്സ് വൈ ഉണ്ട്. അതുപോലെ ഇവിടെ ആർ കോസ് തീറ്റ സൈൻ തീറ്റ d22 എഫ് ഓഫ് എക്സ് വൈ ഉണ്ട്. അപ്പോൾ ആർ സൈൻ തീറ്റ കോസ് തീറ്റ ഔട്ട് സൈഡ് എടുക്കുമ്പോൾ d22 എഫ് ഓഫ് എക്സ് വൈ മൈനസ് d11 എഫ് ഓഫ് എക്സ് വൈ വരും. അപ്പോൾ d22 എഫ് ഓഫ് എക്സ് വൈ മൈനസ് d11 എഫ് ഓഫ് എക്സ് വൈ വന്നു. ദെൻ മൈനസ് ആർ ഇൻറ്റു ആറ് വരുന്ന ടേംസിൽ നിന്ന് നമ്മൾ ആറങ്ങ് ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ ഇതിൽ നിന്ന് രണ്ടിൽ നിന്നൂടെ ആറങ്ങ് ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ മൈനസ് ആർ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു d21 എഫ് ഓഫ് എക്സ് വൈ മൈനസ് കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു d12 എഫ് ഓഫ് എക്സ് വൈ. ഇനി d21 എഫും d12 എഫും ഈക്വൽ ആയതുകൊണ്ട് ഇവിടുത്തെ d21 എഫിന് പകരം ഇവിടെ d12 എഫ് തന്നെ കൊടുത്തു. അപ്പോൾ മൈനസ് ആർ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു d12 എഫ് ഓഫ് എക്സ് വൈ മൈനസ് കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു d22 എഫ് ഓഫ് എക്സ് വൈ പ്ലസ് കോസ് തീറ്റ ഇൻറ്റു d2 എഫ് ഓഫ് എക്സ് വൈ മൈനസ് സൈൻ തീറ്റ ഇൻറ്റു d1 എഫ് ഓഫ് എക്സ് വൈ വന്നു. അപ്പോൾ നമുക്ക് ഇത്രയും വന്നു. അതായത് ഏതായത് ചെയ്തുകൊണ്ടിരുന്നത് d12 എഫ് ഓഫ് ആർ തീറ്റ ഈക്വൽ ടു ഈ ഒരു വാല്യൂ നമുക്ക് കിട്ടി. ഇനി നമ്മൾ അടുത്ത ലാസ്റ്റ് d22 എഫ് ഓഫ് ആർ തീറ്റ നോക്കാം. അപ്പോൾ d2 എഫ് ഓഫ് ആർ തീറ്റ വരുമ്പോൾ ഡോ തീറ്റ ഓഫ് d2 എഫ് ഓഫ് ആർ തീറ്റ വരും. അപ്പോൾ d2 എഫ് ഓഫ് ആർ തീറ്റ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ഡോ തീറ്റ ഓഫ് ആർ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ d1 എഫ് ഓഫ് എക്സ് വൈ പ്ലസ് കോസ് തീറ്റ d2 എഫ് ഓഫ് എക്സ് വൈ എന്ന് വരും. ഇവിടെ നമുക്ക് ആറ് ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ ആർ ഇൻറ്റു ഡോ തീറ്റ ഓഫ് മൈനസ് സൈൻ തീറ്റ d1 എഫ് ഓഫ് എക്സ് വൈ പ്ലസ് ഡോ തീറ്റ ഓഫ് കോസ് തീറ്റ d2 എഫ് ഓഫ് എക്സ് വൈ എന്ന് വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ മൈനസ് സൈൻ തീറ്റ ഇൻറ്റു ഡോ തീറ്റ ഓഫ് d1 എഫ് ഓഫ് എക്സ് വൈ പ്ലസ് d1 എഫ് ഓഫ് എക്സ് വൈ ഇൻറ്റു ഡോ തീറ്റ ഓഫ് മൈനസ് സൈൻ തീറ്റ, അതായത് എന്ത് വരും? മൈനസ് കോസ് തീറ്റ. അതായത് ഇവിടെ ഡോ തീറ്റ ഓഫ് മൈനസ് സൈൻ തീറ്റ അങ്ങ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ മൈനസ് കോസ് തീറ്റ പ്ലസ് പിന്നെ എന്ത് വരും? കോസ് തീറ്റ ഇൻറ്റു ഇവിടുത്തെ ഇവിടെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ കോസ് തീറ്റ ഇൻറ്റു ഡോ തീറ്റ ഓഫ് d2 എഫ് ഓഫ് എക്സ് വൈ പ്ലസ് d2 എഫ് ഓഫ് എക്സ് വൈ ഇൻറ്റു ഡോ തീറ്റ ഓഫ് കോസ് തീറ്റ ദാറ്റ് ഈസ് മൈനസ് സൈൻ തീറ്റ. ആ മൈനസ് ആണ് ഇവിടെ കിടക്കുന്ന മൈനസ്. അപ്പോൾ കോസ് തീറ്റ ഇൻറ്റു d2 എഫ് ഓഫ് എക്സ് വൈ ഇൻറ്റു ഡോ തീറ്റ മൈനസ് d2 എഫ് ഓഫ് എക്സ് വൈ ഇൻറ്റു സൈൻ തീറ്റ എന്ന് തോന്നുന്നു. വിച്ച് ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ ഇൻറ്റു ഇവിടെ ആർ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ ഇൻറ്റു ഡോ തീറ്റ ഓഫ് d1 എഫ് ഓഫ് എക്സ് വൈ എടുക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ചെയിൻ റൂൾ വെച്ച് ചെയ്യുമ്പോൾ ഡോ എക്സ് ഓഫ് d1 എഫ് ഓഫ് എക്സ് വൈ ഇൻറ്റു ഡി എക്സ് ബൈ ഡി തീറ്റ പ്ലസ് ഡോ വൈ ഓഫ് d1 എഫ് ഓഫ് എക്സ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി തീറ്റ എന്ന് വരും. ദെൻ മൈനസ് d1 എഫ് ഓഫ് എക്സ് വൈ ഇൻറ്റു കോസ് തീറ്റ, അതായത് ഈ ടേം മൈനസ് d1 എഫ് ഓഫ് എക്സ് വൈ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് കോസ് തീറ്റ ഇൻറ്റു ഇവിടെ നമ്മൾ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഡോ തീറ്റ ഓഫ് d2 എഫ് ഓഫ് എക്സ് വൈ ഇൻറ്റു ഡി എക്സ് ബൈ ഡി തീറ്റ പ്ലസ് ഡോ വൈ ഓഫ് d2 എഫ് ഓഫ് എക്സ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി തീറ്റ വരും. ദെൻ മൈനസ് സൈൻ തീറ്റ d2 എഫ് ഓഫ് എക്സ് വൈ എന്ന് വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ ഇൻറ്റു ഇനി ഡോ എക്സ് ഓഫ് d1 എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുമ്പോൾ d11 എഫ് ഓഫ് എക്സ് വൈ ഇൻറ്റു ഡി എക്സ് ബൈ ഡി തീറ്റ. എക്സ് ആർ കോസ് തീറ്റയാണ്. ആർ കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ എടുക്കുമ്പോൾ എന്ത് വരും? മൈനസ് ആർ സൈൻ തീറ്റ വരും. പ്ലസ് ഇവിടെ ഡോ വൈ ഓഫ് d1 എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുമ്പോൾ d21 എഫ് ഓഫ് എക്സ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി തീറ്റ എന്ന് പറയുമ്പോൾ ആർ സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ ദാറ്റ് ഇസ് ആർ കോസ് തീറ്റ മൈനസ് d1 എഫ് ഓഫ് എക്സ് വൈ ഇൻറ്റു കോസ് തീറ്റ അങ്ങനെ തന്നെ ഇട്ടു പ്ലസ് കോസ് തീറ്റ ഇൻറ്റു ഇവിടെ ഡോ എക്സ് ഓഫ് d2 എഫ് ഓഫ് എക്സ് വൈ ദാറ്റ് ഇസ് d12 എഫ് ഓഫ് എക്സ് വൈ ഇൻറ്റു ഡി എക്സ് ബൈ ഡി തീറ്റ ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസ് ആർ സൈൻ തീറ്റ. എക്സ് ആർ കോസ് തീറ്റയാണ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ മൈനസ് ആർ സൈൻ തീറ്റ പ്ലസ് ഇവിടെ ഡോ വൈ ഓഫ് d2 എഫ് ഓഫ് എക്സ് വൈ ദാറ്റ് ഇസ് d22 എഫ് ഓഫ് എക്സ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി തീറ്റ ദാറ്റ് ഈസ് ആർ കോസ് തീറ്റ മൈനസ് ഈ ടേം അങ്ങനെ തന്നെ സൈൻ തീറ്റ ഇൻറ്റു d2 എഫ് ഓഫ് എക്സ് വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഇവിടെ നമ്മൾ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ആർ ഇവിടെ മൈനസ് പോകും. ആർ സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു d11 എഫ് ഓഫ് എക്സ് വൈ പ്ലസ് ആർ കോസ് തീറ്റ ഇൻറ്റു d21 ആർ സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു d11 എഫ് ഓഫ് എക്സ് വൈ മൈനസ് ആർ സൈൻ തീറ്റ കോസ് തീറ്റ ഈ ടേം ലാസ്റ്റ് എഴുതുന്നതാണ്. മൈനസ് ആർ സൈൻ തീറ്റ കോസ് തീറ്റ ഈ ടേം മൈനസ് ആർ സൈൻ തീറ്റ കോസ് തീറ്റ d12 അല്ലെങ്കിൽ d21 എഫ് ഓഫ് എക്സ് വൈ
then minus cos theta d1 f of xy, അതായത് ഈ ടേം മൈനസ് കോസ് തീറ്റ d1 f of xy, പിന്നെ വരുന്ന ഏതാ മൈനസ് ആർ കോസ് തീറ്റ സൈൻ തീറ്റ d1 f of xy, മൈനസ് ആർ കോസ് തീറ്റ സൈൻ തീറ്റ d1 f of xy വന്നു. അതായത് ഈ ടേമാണ് ഈ കിടക്കുന്നത്. അതായത് ഒന്നുകൂടെ പറയാം, ഇവിടെ നമ്മൾ ആർ ഔട്ട് സൈഡ് എടുത്തു, ദെൻ ഇവിടെ വരുന്ന ഏതാ മൈനസ് പോയി ആർ സൈൻ സ്ക്വയർ തീറ്റ d11 f of xy വരും. ഈ മൈനസ് സൈൻ തീറ്റ കോമൺ ആണ്, അപ്പം മൈനസ് ആർ കോസ് തീറ്റ സൈൻ തീറ്റ d21 f of xy വരും. ദെൻ മൈനസ് കോസ് തീറ്റ ഈ ടേം d1 f of xy വരും. ദെൻ മൈനസ് ആർ കോസ് തീറ്റ സൈൻ തീറ്റ d12 f of xy വരും. ദെൻ ഇവിടെ ഒരു കോസ് തീറ്റ കോമൺ ആണ്, അപ്പോൾ പ്ലസ് ആർ കോസ് സ്ക്വയർ തീറ്റ d22 f of xy മൈനസ് സൈൻ തീറ്റ d2 f of xy എന്ന് വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഞാൻ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ d11 f of xy മൈനസ് ആർ സ്ക്വയർ സൈൻ തീറ്റ കോസ് തീറ്റ d21 f of xy, d21 f of xy നമുക്ക് d12 f of xy എന്ന് എടുക്കാം. മൈനസ് ആർ കോസ് തീറ്റ d1 f of xy മൈനസ് ആർ സ്ക്വയർ കോസ് തീറ്റ സൈൻ തീറ്റ d12 f of xy പ്ലസ് ആർ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ d22 f of xy മൈനസ് ആർ സൈൻ തീറ്റ d2 f of xy. ഇനി ഇവിടുത്തെ ഈക്വൽ ടു ആർ സ്ക്വയർ നമ്മൾ കോമൺ എടുത്തു, അപ്പോൾ ആർ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ d11 f of xy മൈനസ് ഇവിടെ സൈൻ തീറ്റ കോസ് തീറ്റ d12 f of xy ഉണ്ട്, ആർ സ്ക്വയർ പോകുമ്പോൾ ഇവിടെയും മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ d12 f of xy ഉണ്ട്. അത് ആഡ് ചെയ്യുമ്പോൾ മൈനസ് 2 സൈൻ തീറ്റ കോസ് തീറ്റ d12 f of xy പ്ലസ് കോസ് സ്ക്വയർ തീറ്റ d22 f of xy മൈനസ് ആർ ഇൻറ്റു, അപ്പോൾ ആർ സ്ക്വയറിൻ്റെ ടേംസിനെ ക്ലബ് ചെയ്ത് എഴുതി. ദെൻ മൈനസ് ആർ ഇൻറ്റു ആറ് വരുന്ന ടേംസ് എന്ന് പറയുമ്പോൾ മൈനസ് ആറാണ് നോട്ട്സ് എടുത്തേക്കുന്നത്, അപ്പോൾ കോസ് തീറ്റ ഇൻറ്റു d1 f of xy പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു d2 f of xy വന്നു. അതാണ് d22 എഫിൻ്റെ എക്സ്പ്രഷൻ. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ സി ഒന്നുകൂടെ നോക്കാം. സി എന്ന് പറയുന്നത് ഏതാ, വെരിഫൈ ദി ഫോർമുല നോം ഡെൽ എഫ് ഓഫ് ആർ കോസ് തീറ്റ ആർ സൈൻ തീറ്റ സ്ക്വയർ ഇസ് ഈക്വൽ ടു d1 f of r തീറ്റ സ്ക്വയർ പ്ലസ് 1/r സ്ക്വയർ ഇൻറ്റു d2 f of r തീറ്റ സ്ക്വയർ. അപ്പോൾ അത് നോക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ നോം എടുക്കണം. അപ്പോൾ ഡെൽ എഫ് ഓഫ് ആർ കോസ് തീറ്റ ആർ സൈൻ തീറ്റ ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ ഡെൽ എഫ് ഓഫ് ആർ കോസ് തീറ്റ ആർ സൈൻ തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ആർ കോസ് തീറ്റ നമ്മൾ എക്സ് ആയിട്ടും ആർ സൈൻ തീറ്റ വൈ ആയിട്ടും എടുത്തേക്കുന്നത്. അപ്പോൾ ഡെൽ എഫ് ഓഫ് ആർ കോസ് തീറ്റ ആർ സൈൻ തീറ്റ എന്നുള്ളത് ഡെൽ എഫ് ഓഫ് എക്സ് കോമ വൈ വരും. ഇനി ഡെൽ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോ എഫ് ബൈ ഡോ എക്സ് ഡോ എഫ് ബൈ ഡോ വൈ. ഡോ എഫ് ബൈ ഡോ എക്സിനെ d1 f of xy എന്ന് എഴുതാം, ഡോ എഫ് ബൈ ഡോ വൈനെ d2 f of xy എന്ന് എഴുതാം നമ്മുടെ നോട്ടേഷൻ വെച്ചിട്ട്. അപ്പോൾ ഓർഡേഡ് പെയർ ഡെൽ എഫ് ഓഫ് ആർ കോസ് തീറ്റ ആർ സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓർഡേഡ് പെയർ d1 f of xy കോമ d2 f of xy. അപ്പോൾ നോം എടുക്കുമ്പോൾ എന്തൊരു നോം ഡെൽ എഫ് ഓഫ് എക്സ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു നമുക്ക് അതിനെ നോം ഡെൽ എഫ് ഓഫ് നോം എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് ഡോട്ട് എക്സ് ആണ്. അപ്പോൾ നോം ഡെൽ എഫ് ഓഫ് എക്സ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൽ എഫ് ഓഫ് എക്സ് വൈ ഡോട്ട് ഡെൽ എഫ് ഓഫ് എക്സ് വൈ നമുക്ക് എഴുതാൻ പറ്റും. ഇത് ഓർത്ത് വെച്ചോണം. നോം എക്സ് ബാർ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് ബാർ ഡോട്ട് എക്സ് ബാർ അത് വെച്ചിട്ടാണ് നോം ഡെൽ എഫ് ഓഫ് എക്സ് വൈ സ്ക്വയറിന് നമ്മൾ ഡെൽ എഫ് ഓഫ് എക്സ് വൈ ഡോട്ട് ഡെൽ എഫ് ഓഫ് എക്സ് വൈ എന്ന് എഴുതി, വിച്ച് ഇസ് ഈക്വൽ ടു d1 f d2 f ഡോട്ട് d1 f d2 f. പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ d1 f ഇൻറ്റു d1 f പ്ലസ് d2 f ഇൻറ്റു d2 f എന്ന് വരും. അതായത് d1 f of x y ദ ഹോൾ സ്ക്വയർ പ്ലസ് d2 f of x y ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അത് ഇക്വേഷൻ 1 ആയിട്ട് എടുത്തു. അപ്പോൾ നോം ഡെൽ എഫ് ഓഫ് എക്സ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു d1 f of x y ദ ഹോൾ സ്ക്വയർ പ്ലസ് d2 f of x y ദ ഹോൾ സ്ക്വയർ എന്ന് വന്നു. ഇനി നമ്മൾ d1 f of r തീറ്റ ദ ഹോൾ സ്ക്വയർ പ്ലസ് 1/r സ്ക്വയർ ഇൻറ്റു, അതായത് നമുക്ക് ക്വസ്റ്റ്യൻ സിയിൽ പ്രൂവ് ചെയ്യേണ്ടത് നോം ഡെൽ എഫ് ഓഫ് എക്സ് വൈ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഈ വാല്യൂ എന്നാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ലെഫ്റ്റ് സൈഡ് ഈക്വൽ ടു ഇതാന്ന് പ്രൂവ് ചെയ്തു, ഇനി റൈറ്റ് സൈഡ് ഈക്വൽ ടു ഇതാന്ന് ഇവിടെ പ്രൂവ് ചെയ്യാൻ പോവുക. അപ്പം നമ്മൾ ഓൾറെഡി d1 f of r തീറ്റയുടെ വാല്യൂ d2 f of r തീറ്റയുടെ വാല്യൂ കണ്ടുപിടിച്ചായിരുന്നു. അപ്പോൾ d1 f of r തീറ്റ ദ ഹോൾ സ്ക്വയർ പ്ലസ് 1/r സ്ക്വയർ ഇൻറ്റു d2 f of r തീറ്റ ദ ഹോൾ സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് വരും, d1 f of r തീറ്റയുടെ വാല്യൂ എടുത്തു, അതായത് കോസ് തീറ്റ d1 f of x y പ്ലസ് സൈൻ തീറ്റ d2 f of x y ദ ഹോൾ സ്ക്വയർ പ്ലസ് 1/r സ്ക്വയർ ഇൻറ്റു ഇനി d2 f of r തീറ്റയുടെ വാല്യൂ എടുത്തു, അതായത് r ഇൻറ്റു മൈനസ് സൈൻ തീറ്റ d1 f of x y പ്ലസ് r കോസ് തീറ്റ d2 f of x y ദ ഹോൾ സ്ക്വയർ എന്ന് കൊടുത്തു, വിച്ച് ഇസ് ഈക്വൽ ടു കോസ് സ്ക്വയർ തീറ്റ d1 f of x y. ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക, a പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ചിട്ട് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും, കോസ് സ്ക്വയർ തീറ്റ d1 f of x y ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 കോസ് തീറ്റ സൈൻ തീറ്റ d1 f of x y ഇൻറ്റു d2 f of x y പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ d2 f of x y ദ ഹോൾ സ്ക്വയർ പ്ലസ് ഇതിനെ നമ്മൾ അഗെയിൻ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരും, പ്ലസ് കോസ് സ്ക്വയർ തീറ്റ d2 f of x y ദ ഹോൾ സ്ക്വയർ
പ്ലസ് 2 സൈൻ തീറ്റ കോസ് തീറ്റ d1 എഫ് ഓഫ് എക്സ് വൈ ഇൻറ്റു d2 എഫ് ഓഫ് എക്സ് വൈ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ d1 എഫ് ഓഫ് എക്സ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന് വന്നു. ഇവിടെ ആറുണ്ട്, അതായത് ഇവിടെ 1/r² വരും. ഇവിടെ നമുക്ക് 1/r² ഉണ്ടല്ലോ, അപ്പോൾ 1/r² ഇവിടെ വരുന്നുണ്ട്. 1/r², 1/r² കട്ട് ചെയ്ത് പോകണതാണ്. ഇവിടെ നമുക്കൊരു r മൈനസ് സൈൻ തീറ്റ d1 എഫ് ഓഫ് എക്സ് ഉണ്ട്, ഇവിടെ r കോസ് തീറ്റ d2 എഫ് ഓഫ് എക്സ് ഉണ്ട്. ഇവിടെ നമ്മളൊരു r ഔട്ട് സൈഡ് എടുക്കാമല്ലോ, അപ്പോൾ r ഇൻറ്റു മൈനസ് സൈൻ തീറ്റ d1 എഫ് ഓഫ് എക്സ് വൈ പ്ലസ് കോസ് തീറ്റ d2 എഫ് ഓഫ് എക്സ് വൈ വരും. ഇപ്പോൾ ഈ r സ്ക്വയറിന് വെളിയിലേക്ക് വരുമ്പോൾ r² ആകും. ആ r² 1/r² കട്ട് ചെയ്ത് പോകും. അപ്പോൾ പിന്നെ മിച്ചം എന്തേ ഉള്ളൂ, മൈനസ് സൈൻ തീറ്റ d1 എഫ് ഓഫ് എക്സ് വൈ പ്ലസ് കോസ് തീറ്റ d2 എഫ് ഓഫ് എക്സ് വൈ ദ ഹോൾ സ്ക്വയർ ഉള്ളൂ. അത് ഓർത്തുവാണ്, ഈ r ഔട്ട് സൈഡ് എടുത്തിട്ട് സ്ക്വയറിന് വെളിയിൽ വരുമ്പോൾ r² ആയി, 1/r² കട്ട് ചെയ്ത് പോയി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സ്പാൻഷനാണ് ഇവിടെ ഇത്രയും വന്നേക്കുന്നത്. ബാക്കി ഈ ടേംസിൻ്റെ, അതായത് മൈനസ് സൈൻ തീറ്റ d1 എഫ് ഓഫ് എക്സ് വൈ പ്ലസ് കോസ് തീറ്റ d2 എഫ് ഓഫ് എക്സ് വൈ ദ ഹോൾ സ്ക്വയർ, അതാണ് നമുക്ക് ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ വരിക, അതായത് കോസ് തീറ്റ d2 എഫ് ഓഫ് എക്സ് വൈ മൈനസ് സൈൻ തീറ്റ d1 എഫ് ഓഫ് എക്സ് വൈ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് കോസ് സ്ക്വയർ തീറ്റ d2 എഫ് ഓഫ് എക്സ് വൈ ദ ഹോൾ സ്ക്വയർ മൈനസ് 2 സൈൻ തീറ്റ കോസ് തീറ്റ d1 എഫ് ഓഫ് എക്സ് വൈ d2 എഫ് ഓഫ് എക്സ് വൈ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ d2 എഫ് ഓഫ് എക്സ് വൈ ദ ഹോൾ സ്ക്വയർ നേട്ടി, വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് d1 എഫ് ഓഫ് എക്സ് വൈ ദ ഹോൾ സ്ക്വയറിൻ്റെ ടേംസിനെ കമ്പൈൻ ചെയ്തു. അപ്പോൾ d1 എഫ് ഓഫ് എക്സ് വൈ ദ ഹോൾ സ്ക്വയർ ഇവിടെയുണ്ട്, d1 എഫ് ഓഫ് എക്സ് വൈ ദ ഹോൾ സ്ക്വയർ ഇവിടെയുണ്ട്. അപ്പോൾ d1 എഫ് ഓഫ് എക്സ് വൈ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ വന്നു, പ്ലസ് d2 എഫ് ഓഫ് എക്സ് വൈ ദ ഹോൾ സ്ക്വയർ എന്ത് ചെയ്യും, d2 എഫ് ഓഫ് എക്സ് വൈ ദ ഹോൾ സ്ക്വയർ ഇവിടെയുണ്ട്, അതുപോലെ d2 എഫ് ഓഫ് എക്സ് വൈ ദ ഹോൾ സ്ക്വയർ ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് d2 എഫ് ഓഫ് എക്സ് വൈ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ അഗെയിൻ വന്നു. പിന്നെയുള്ള ടേംസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, 2 സൈൻ തീറ്റ കോസ് തീറ്റ d1 എഫ് ഓഫ് എക്സ് വൈ d2 എഫ് ഓഫ് എക്സ് വൈ, ഇവിടെ മൈനസ് 2 സൈൻ തീറ്റ കോസ് തീറ്റ d1 എഫ് ഓഫ് എക്സ് വൈ d2 എഫ് ഓഫ് എക്സ് വൈ ഉണ്ട്, ആ രണ്ടും കൂടെ കട്ട് ചെയ്ത് പോയി. അപ്പം ഇത്രയേ ഉള്ളൂ ബാക്കി ടേംസ് എന്ന് പറയുന്നത്. ഇനി കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആണ്, അപ്പോൾ d1 എഫ് ഓഫ് എക്സ് വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് ഇവിടെയും കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 വരും, പിന്നെ മിച്ചം d2 എഫ് ഓഫ് എക്സ് വൈ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് ഇത് ഈക്വൽ ടു d1 എഫ് ഓഫ് എക്സ് വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് d2 എഫ് ഓഫ് എക്സ് വൈ ദ ഹോൾ സ്ക്വയർ കിട്ടി. അതായത് നമ്മൾ നോം ഡെൽ എഫ് ഓഫ് എക്സ് വൈ ദ ഹോൾ സ്ക്വയർ നമുക്ക് എങ്ങനെ കിട്ടി, d1 എഫ് ഓഫ് എക്സ് വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് d2 എഫ് ഓഫ് എക്സ് വൈ ദ ഹോൾ സ്ക്വയർ കിട്ടി. അതുപോലെ d1 എഫ് ഓഫ് ആർ തീറ്റ ദ ഹോൾ സ്ക്വയർ പ്ലസ് 1/r² ഇൻറ്റു d2 എഫ് ഓഫ് ആർ തീറ്റ ദ ഹോൾ സ്ക്വയർ എടുത്തപ്പോഴും d1 എഫ് ഓഫ് എക്സ് വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് d2 എഫ് ഓഫ് എക്സ് വൈ ദ ഹോൾ സ്ക്വയർ നമുക്ക് കിട്ടി. ഇപ്പോൾ രണ്ടുകൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയാം, നോം ഡെൽ എഫ് ഓഫ് എക്സ് വൈ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു d1 എഫ് ഓഫ് ആർ തീറ്റ ദ ഹോൾ സ്ക്വയർ പ്ലസ് 1/r² ഇൻറ്റു d2 എഫ് ഓഫ് ആർ തീറ്റ ദ ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് നോം ഡെൽ എഫ് ഓഫ് ആർ കോസ് തീറ്റ ആർ സൈൻ തീറ്റ, എക്സ് എന്ന് പറയുന്നത് ആർ കോസ് തീറ്റ വൈ ആർ സൈൻ തീറ്റ, ആർ കോസ് തീറ്റ ആർ സൈൻ തീറ്റ സ്ക്വയർ ഇസ് ഈക്വൽ ടു d1 എഫ് ഓഫ് ആർ തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് 1/r² ഇൻറ്റു d2 എഫ് ഓഫ് ആർ തീറ്റ സ്ക്വയർ. ഇവിടെ ഓർക്കേണ്ട കാര്യം നമുക്കിതായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് നമ്മൾ സെപ്പറേറ്റ് ഒരു വാല്യൂ എന്ന് പ്രൂവ് ചെയ്തു, റൈറ്റ് സൈഡ് ഈക്വൽ ടു ആ സെയിം വാല്യൂ എന്ന് പ്രൂവ് ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ഈക്വേഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് പ്രൂവ് ചെയ്തത്.